ഇന്ന് ഞാൻ വന്നിരിക്കുന്നതേ നിങ്ങൾ കാണുമ്പോൾ വിചാരിക്കില്ലേ ഇത് എവിടെയാണെന്നല്ലേ, പർച്ചേസിങ്ങിന് വന്നതാണ്. നമ്മളിപ്പം നമ്മുടെ ഓപ്പണിംഗ് കഴിഞ്ഞിട്ട് ഏതാണ്ട് ഇപ്പോൾ ഒരു മാസം ആവുന്നല്ലേ, ഒരു മാസം തികയുമ്പോൾ നമുക്ക് ആ നെക്സ്റ്റ് പർച്ചേസിന് വേണ്ടി വന്നത് വെഡിങ്ങിന്റെ ഐറ്റംസ് എല്ലാം അതിങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുക. നമ്മൾ ഓപ്പൺ ഓർഡർ കൊടുത്തോണ്ടിരിക്കുകയാണ്. എങ്കിൽ പോലും നമുക്ക് കുറച്ചുകൂടെ നോക്കിയെടുക്കണമല്ലോ. അപ്പൊ അതിന്റെ പേര് നമ്മളിപ്പോൾ വന്ന കേട്ടോ പർച്ചേസിങ്ങിന് വേണ്ടിയിട്ട്. അപ്പോൾ ഒത്തിരി കളക്ഷൻസ് കേട്ടോ. ഞാൻ എടുത്തെന്ന് പറയുന്നത് വെച്ചാൽ ദൂരെ നിന്നൊക്കെ വെഡിങ് കസ്റ്റമർ നമ്മളെ തേടി വരുമെന്ന് പറഞ്ഞാൽ നമുക്ക് ഭയങ്കര സന്തോഷമുള്ള ഒരു കാര്യമല്ലേ അല്ലെ. ഇത്രയും ദൂരത്തു നിന്നൊക്കെ കസ്റ്റമറൊക്കെ നമ്മുടെ അടുത്തേക്ക് വരിക, നമ്മുടെ ഐറ്റംസ് ഒക്കെ പർച്ചേസ് ചെയ്തിട്ട് അവരുടെയൊക്കെ റിവ്യൂ ഒക്കെ നിങ്ങൾ കാണുന്നുണ്ട്. എല്ലാവരുടെയും റിവ്യൂ ഒന്നും നമുക്ക് എടുത്ത് ഈ പറഞ്ഞുകൊണ്ട് വീഡിയോയിൽ ഇടാൻ പറ്റില്ല, നിങ്ങൾക്ക് തന്നെ അറിയാൻ പറ്റുമല്ലോ. റിവ്യൂ തരാമെന്ന് പറയുന്നവരുടെ റിവ്യൂസ് ഒക്കെയാണ് ഞാൻ എടുത്തിടുന്നത് കേട്ടോ. അപ്പം ഒത്തിരി സന്തോഷമുണ്ട് സപ്പോർട്ട് ചെയ്തത്. പിന്നെ വേറൊരു കാര്യം കൂടെ എനിക്കൊന്ന് പറയണമെന്നുണ്ടായിരുന്നു. ഒരുപാട് പേര് നമ്മുടെ ഓപ്പണിംഗ് ഡേ വിളിച്ചു പറഞ്ഞില്ല എന്ന് പറഞ്ഞിട്ട് ഒത്തിരി പേര് നമ്മളോട് പരാതി പറഞ്ഞു. ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ റിലേറ്റീവ്സിന്റെ അടുത്ത് പോലും സത്യമാ പറയുന്നത്, നമുക്കൊന്ന് പറയാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടില്ല. മനഃപൂർവ്വം അല്ല, അറിയാം നമ്മൾ ഈ തിരക്കും കാര്യങ്ങളും സത്യത്തിൽ ഓട്ടമായിരുന്നു കേട്ടോ. ഒരുപാട് അതിനകത്ത് സംഭവങ്ങളൊക്കെ വന്നിട്ടുണ്ടാവും. നിങ്ങളോട് പറയാൻ പറ്റാത്ത രീതിയിൽ ഒത്തിരി ടെൻഷനുകൾ നമുക്ക് ഉണ്ടായിട്ടുണ്ട്. അതെല്ലാം തരണം ചെയ്ത് നിങ്ങൾ എന്നെ സക്സസ് ആക്കി തന്നു. നിങ്ങൾ എല്ലാവരും വന്നു. നമ്മളെ അതേപോലെ ഓപ്പണിംഗ് ഡേ എന്ന് പറയുന്നത് ഭയങ്കര സക്സസ് ആയിരുന്നു. ഞാൻ പ്രതീക്ഷിച്ചതിലുപരി എനിക്ക് കസ്റ്റമറും എന്നെ സ്നേഹിക്കുന്നവരും ഒക്കെ വന്നു. ഇപ്പോഴും ഒരുപാട് പേര് വന്നിട്ട് ഒരുപാട് കാര്യങ്ങൾ നമ്മളടുത്ത് പറഞ്ഞു തരാറുണ്ട്. സന്തോഷമുണ്ട് ഒത്തിരി. എനിക്ക് തോന്നുന്നു ഒത്തിരി ഉമ്മമാരും അമ്മമാരും ഒക്കെയാണ് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നത്. ട്രിവാൻഡ്രത്ത് വന്ന ഒരു അമ്മ ഓടി വന്ന് എന്നോട് കെട്ടിപ്പിടിച്ചിട്ട് ഒത്തിരി സന്തോഷം പറയാം. അമ്മ ഈ വീഡിയോ കാണുവന്നേ, അമ്മയ്ക്ക് ഒത്തിരി നന്ദിയുണ്ട്. അതൊന്നും എനിക്ക് റിവ്യൂലായിട്ട് ഇടാനെത്തിയില്ല. അപ്പം ഞാനൊന്ന് എടുത്ത് പറഞ്ഞതേ ഉള്ളൂ. അപ്പം ഇനിയും നമ്മൾ ഓപ്പണിംഗ് ഡേ അടുത്തുള്ളവരെ ഒന്നും വിളിച്ചില്ല, നമ്മുടെ ബന്ധുക്കളെ പോലും വിളിച്ചില്ല എന്ന് പരാതി പറയുന്നവർക്ക് വേണ്ടി പറയാണ്. എൻ്റെ ഫ്രണ്ട്സിനെ പോലും ഞാൻ വിളിച്ചിട്ടില്ല കേട്ടോ. കാരണം ഞാൻ പറഞ്ഞല്ലോ ഓൾറെഡി. ഇപ്പൊ ഇപ്പോഴും പറയണ്ടല്ലോ. അപ്പൊ നിങ്ങളെല്ലാം മനസ്സിലാക്കുക, നമ്മുടെ സാഹചര്യങ്ങളൊക്കെ മനസ്സിലാക്കി സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പം വളരെ സക്സസ് ആയിട്ടാണ് നമ്മുടെ വെഡിങ്ങിന്റെ ഓരോ ഐറ്റംസും നമുക്ക് സെയിൽ ആയിക്കൊണ്ടിരിക്കുന്നതും. എല്ലാ കുട്ടികളും സാറ്റിസ്ഫൈഡ് ആവുന്നുണ്ട്. പിന്നെ എന്തെങ്കിലുമൊക്കെ പോരായ്മ കാണുമായിരിക്കാം, അതെല്ലാം ഇനി വരും. നമുക്ക് തുടക്കമല്ലേ, ഇപ്പൊ പറഞ്ഞിട്ട് പുതിയ സ്റ്റാഫന്മാരാണ് എല്ലാവരും. നമുക്ക് കുറെ പേരും നമ്മൾ ന്യൂ പിള്ളേരെയാണ് കൂടുതലും പേര് നമ്മൾ എടുത്തിരിക്കുന്നത്. ഒരുപാട് എക്സ്പീരിയൻസ് ഉള്ളവരെ നമ്മൾ അത്രയും, കാരണം ന്യൂ പിള്ളേർക്ക് ഒരു ചാൻസ് കൊടുക്കണമല്ലോ. അങ്ങനെയുള്ളവരാണ് കൂടുതലും ഉള്ളവര്. അവരൊക്കെ ഇനി ഒന്ന് ആപ്റ്റായി പറഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ അവരുടെ കയ്യിൽ നിന്നും ഒക്കെ എന്തെങ്കിലും ഒരു പോരായ്മയൊക്കെ വന്നിട്ട് നിങ്ങൾ ക്ഷമിക്കുക. ഇനി എല്ലാം മാറ്റി നല്ല രീതിയിൽ കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് നമ്മൾ ചെയ്യും. പിന്നെ അതിനോടൊപ്പം നമ്മുടെ ഈ ഒരു കോൺസെപ്റ്റ് ഞാനൊന്ന് കാണിച്ചേക്കാം അല്ലേ. അതാ നോക്കി ഞാൻ കൂടുതൽ യാത്രയ്ക്കൊക്കെ പോകുമ്പോൾ ഇങ്ങനത്തെയുള്ള കോൺസെപ്റ്റുകളാണ് കൂടുതലും ഉപയോഗിക്കാറുള്ളത് കണ്ടോ. അപ്പൊ ഇതുപോലത്തെ കോൺസെപ്റ്റ് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ പറയണം കേട്ടോ. പിന്നെ ഇത് മേക്ക് ചെയ്യാൻ കൊടുക്കാനായിട്ട് വന്നത്, കാരണം ഭയങ്കര കംഫർട്ടബിൾ കേട്ടോ. അപ്പോൾ ഉടനെ തന്നെ ഇത് എൻ്റെ സ്റ്റോറിലുണ്ട് ഓൾറെഡി. ഒരുപാട് പേർക്ക് ഇതിപ്പം എടുത്തു കാണുമായിരിക്കും. ഇനി ആഗ്രഹമുള്ളവർ നിങ്ങളൊന്ന് കമന്റ് ചെയ്ത് ഇതുപോലത്തെ കോൺസെപ്റ്റുകൾ നമുക്ക് കൊണ്ടുവരാൻ പറ്റും കേട്ടോ. നല്ല കോൺസെപ്റ്റാണ്, ഭയങ്കര കംഫർട്ടബിൾ കേട്ടോ. ഞാൻ ഇട്ടുകൊണ്ട് വന്നിട്ട് എനിക്ക് തന്നെ പ്രത്യേകമായിട്ടൊരു ഇഷ്ടം തോന്നി. അപ്പൊ ഞാൻ എന്റെ കസ്റ്റമർക്കും അത് കിട്ടണമല്ലോ, കുറച്ചുകൂടെ നന്നായിട്ട് കിട്ടണം. അപ്പൊ അതുകൊണ്ട് കുട്ടികൾക്കും അതുപോലെ എന്നെ പോലുള്ളവർക്കും ഒക്കെ ആയിട്ട് രീതിയിൽ കോൺസെപ്റ്റിന്റെ പല പാറ്റേൺസ് വന്നുകൊണ്ടിരിക്കും. എനിക്ക് തോന്നുന്നത് 1600 ആ ഒരു റേറ്റ് ആണെന്ന് തോന്നുന്നത്. 1600 ആ ഒരു റേറ്റിലാണ് ഇത് വന്നത്. 1650 1600 ആ ഒരു റേറ്റിലായിരിക്കും കേട്ടോ. അപ്പൊ ഇത് വേണമെങ്കിൽ ഇത് കമന്റോട് ചെയ്യണം. അതുകൊണ്ട് ഞാൻ ഇത് ഡ്രസ്സ് ഇട്ടുകൊണ്ട് പർച്ചേസിനായിട്ട് ജസ്റ്റ് പുറത്ത് പർച്ചേസ് കഴിഞ്ഞു. ഇപ്പൊ രാത്രി ഞാനൊന്ന് പുറത്തോട്ട് പോകാൻ ഇറങ്ങിയപ്പോൾ ഒരു വീഡിയോ ചെയ്തേ ഉള്ളൂ. അപ്പൊ എല്ലാവരും ഒന്ന് കമന്റ് ചെയ്തേക്കണം. നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ടാണ് ഇതുവരെ എത്തിയത്. ഇപ്പൊ തന്നെ ഒരു മാസം തികയുന്നതിന് മുമ്പ് എനിക്ക് അടുത്ത പർച്ചേസിന് വരാനുള്ള ഭാഗ്യം നിങ്ങളല്ലേ ആക്കി തന്നത്. അപ്പൊ ഒത്തിരി നന്ദി, ഒരുപാട് താങ്ക്സ്. ഇനി അടുത്ത സ്ഥലത്തിലേക്ക് ഞങ്ങൾ പോവുകയാണ്. അപ്പൊ ഈ സ്ഥലം ഇന്നിപ്പം കവറായി. ഇനിയിപ്പോൾ അടുത്ത സ്ഥലം അതായത് ഇപ്പോൾ ഡൽഹി ഓൾമോസ്റ്റ് എല്ലാം തീർന്നു. ഇനി അടുത്ത നമ്മുടെ എന്താ പറയാ, അടുത്ത സ്ഥലം ഞങ്ങൾ പ്ലാൻ ചെയ്യുക. ഇനി അടുത്ത് ഇങ്ങോട്ട് പോകണം. എല്ലാ സ്ഥലവും ഇങ്ങനെ നോക്കി ഏത് സ്ഥലത്തോട്ട് പോവാമെന്നുള്ള രീതിയിലാണ് ഇപ്പൊ ഞങ്ങൾ നിൽക്കുന്നത്. അത് ഇനി അടുത്ത വീഡിയോസിലൂടെ ഞാൻ കാണിക്കട്ടെ. ഇനി അവിടെ പോകണേ, അവിടെ നിന്നുകൊണ്ടൊരു വീഡിയോ ചെയ്ത്. ഇപ്പൊ നമ്മൾ ഡൽഹിയിലാണ് കേട്ടോ. അപ്പൊ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, ബൈ.